ബി.ജെ.പിയുടെ ശൈലിയാണല്ലോ ഇത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബി.ജെ.പി സർക്കാരുള്ള ഇടങ്ങളിലൊക്കെ തന്നെയും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ബി.ജെ.പി പേരുകൾ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ വളരെ നൈമിഷികമായ കാര്യം മാത്രമാണ്. അപ്പോൾ പേരുമാറ്റുന്ന സമയത്ത് വൈകാരികമായി എങ്ങനെയാണ് ആളുകളെ ഉത്തേജിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ബി.ജെ.പി എല്ലാ കാലഘട്ടത്തിലും പരിശോധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായ ഒരു ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും സുരേന്ദ്രൻ ഇതിനപ്പുറം വേറൊരു കാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അപ്പോൾ സുരേന്ദ്രൻ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ കാര്യം ചെയ്തു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. സുരേന്ദ്രൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമല വിഷയം വന്നപ്പോൾ എന്താ ചെയ്തത്? ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇരുമുടിക്കെട്ട് നിലത്തിട്ട് ചവിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊരു വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി സുരേന്ദ്രനാൽ പറ്റുന്ന വിധത്തിൽ എല്ലാ കാലഘട്ടത്തിലും ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു കാര്യം മാത്രമാണിത് എന്നുള്ളതാണ്. നേരത്തെ നോക്കൂ, സുൽത്താൻസ് ബാറ്ററി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഗണപതി വട്ടം എന്നുള്ളതിൽ, അതിനു മുമ്പ് ഹെന്നരഡ് വീതി എന്നാണ് പോലും ആ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ അതിനു മുമ്പ് വേറെയും പേരുകളുണ്ടാകും. ആ ഘട്ടത്തിൽ 13-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്, കർണാടക പ്രദേശങ്ങളിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറിയിട്ടുള്ള ജൈനന്മാർ അന്ന് വിജയനഗര രാജവംശത്തിൻ്റെ വാസ്തുവിദ്യാ ശൈലിയിൽ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്. ആ ക്ഷേത്രത്തെക്കുറിച്ച് KKN കുറുപ്പ്, പ്രമുഖ ചരിത്രകാരൻ, പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഗണപതി വട്ടം എന്ന് വിളിക്കുന്ന ക്ഷേത്രം ആ കാലഘട്ടത്തിൽ ജൈന ക്ഷേത്രമായിരുന്നു എന്ന് 1973 അവിടെ സന്ദർശിച്ച തനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അമ്പലത്തിൻ്റെ 4 ഭാഗത്തുള്ള കൊത്തുപണിയും അതുപോലെ തന്നെ ചിത്രങ്ങളും ആ കാര്യം ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ക്ഷേത്രം തന്നെ അതിൻ്റെ മുൻ ആരാധനാക്രമം എന്ന് പറയുന്നത് ജൈന ക്ഷേത്രമായിരുന്നു എന്നുള്ള നിലയിലേക്കാണ് ചരിത്രപരമായിട്ടുള്ള അന്വേഷണങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഈ ഒരു ഗണപതി വട്ടം വന്നപ്പോൾ KKN കുറുപ്പ് പറയുന്നതല്ല. കേരളത്തെക്കുറിച്ച് ഏറ്റവും സമഗ്രമായി പഠിച്ച ചരിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, KKN കുറുപ്പ്. അപ്പോൾ KKN കുറുപ്പ് പറയുന്നത് ആ നിലയിൽ അതിനൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഉത്തരേന്ത്യയിൽ പല സ്ഥാപനങ്ങൾ, പല സ്ഥലങ്ങളൊക്കെ തന്നെയും ചരിത്ര പ്രാധാന്യത്തിൻ്റെ കാര്യം നോക്കാതെ BJP സർക്കാരുകൾ മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാ സ്ഥലനാമങ്ങളും ചരിത്രപരമായ പ്രാധാന്യമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊരു സ്ഥലമുണ്ട്, ഗോപാലൻ പീടിക എന്നുള്ളതാണ് പേര്. ഗോപാലൻ പീടിക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരിസരത്ത് വേറെ ഒന്നുമില്ല, അവിടെ ഒരു ഗോപാലേട്ടനൊരു പീടി ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? ആ ഗോപാലേട്ടൻ്റെ പീടിയാണ് അവിടെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്ന പോലെ സുൽത്താൻസ് ബാറ്ററി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചരിത്രപരമായ പ്രാധാന്യമാണ്. അത് മാറ്റിയാൽ നമുക്കൊക്കെ ദേശഭക്തി, നാളെ മുതൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് വന്യമൃഗാക്രമണമില്ല, നമുക്ക് അരിവില വർദ്ധിക്കുന്നില്ല, നമുക്ക് ഈ പറയുന്ന പെട്രോൾ വില വർദ്ധിക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഈ പേര് മാറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം സുരേന്ദ്രൻ സമ്മതിച്ചിട്ടുണ്ട്, താൻ ജയിച്ചാൽ പേര് മാറ്റുമെന്നാണ്. അപ്പോൾ പിന്നെ പേര് മാറുന്നില്ല. നമുക്ക് പഴയതുപോലെ തന്നെ കാര്യങ്ങൾ ദേജാവു, മുമ്പ് കണ്ടതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി തുടരും. Meet the editors.